ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ +1 മാത്സ് എക്സാമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഓവറോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് അത്ര അങ്ങോട്ട് ടഫായി തോന്നിയില്ല. എന്നാൽ സിമ്പിളും അല്ല. സിമ്പിൾ എന്തായാലും അല്ല, എന്നാലും ടഫും അല്ല, നല്ല ടഫും അല്ല. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് എക്സാം ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം കുറേയൊക്കെ എഴുതാൻ പറ്റി. കുറേ മീൻസ് കുറച്ച് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രേ എഴുതാൻ പറ്റുള്ളൂ, പക്ഷെ അതിനേക്കാളും എഴുതാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഞാൻ ഒന്നും നോക്കാണ്ടാ പോയത്. ഒന്നും നോക്കാണ്ട്, കാരണം നാളെ +2 ഇംഗ്ലീഷാണ്. അപ്പോൾ അതിൻ്റെ 1-2 ചാപ്റ്റർ ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു, അത് ഇന്നലെ. അപ്പം മാത്സ് എനിക്ക് നോക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആകെ 2 ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ടാണ് ഈ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ പോയത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഒന്നും എഴുതാൻ പറ്റാണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുറച്ചൊക്കെ അറിയുന്ന തന്നെയായിരുന്നു. മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ തീരെ നോക്കാണ്ട് പോയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ വഴി ഡൗട്ട് ഉണ്ട്. അതായത് ആൻസർ എന്താണെന്ന് അറിയാം, പക്ഷെ അതിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ള ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശ ധാരണ വെച്ച് ഞാൻ എഴുതി പോയത്. അപ്പം എനിക്ക് എങ്ങനെ തീരെ മനസ്സിലാകുന്നില്ല ഞാൻ എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ആൻസർ അറിയാം ഇങ്ങനെ കിട്ടുകയെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു ധാരണ വെച്ച് വഴി അങ്ങ് ഉണ്ടാക്കി എഴുതാണ് ചെയ്തത് മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസിലും. പിന്നെ ഇത് 20ാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓക്കെ ആയിരുന്നു. 17ാമത്തെ ക്വസ്റ്റ്യനും നല്ല ഈസി ആയിരുന്നു. 17ാമത്തേൽ എയും സിയും നല്ല, ഞാൻ പറഞ്ഞ പോലെ ഈസി ആയിരുന്നു. ബി ആണ് എന്നെ സത്യം പറഞ്ഞാൽ കുടുക്കിയത്. സംഭവം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ചാപ്റ്റർ നോക്കിയിട്ടല്ല, ഈ ട്രിഗ്നോമെട്രി അല്ലേ, ട്രിഗ്നോമെട്രി ഞാൻ നോക്കാണ്ടാ പോയത്. പക്ഷേ എന്താ പറയുക, ആ ബീൻ്റെ ആ ക്വസ്റ്റ്യൻ എനിക്ക് ആ ഇക്വേഷൻ ഒന്നും അറിയില്ല. അപ്പം അതായത് എന്തെങ്കിലും നോക്കിയാൽ എല്ലാവരും ഓർമ്മയുണ്ടാവുമല്ലോ. +1 എനിക്ക് ട്രിഗ്നോമെട്രി അങ്ങനെ വലിയ ഇഷ്ടമുള്ള ചാപ്റ്റർ ഒന്നല്ല ഉണ്ടായത്. അപ്പോൾ ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് ആ ഇക്വേഷൻ ഞാൻ കംപ്ലീറ്റ് മറന്നു. അപ്പോൾ ഒരു ഏകദേശ ധാരണ വെച്ച് എന്തോ എഴുതുകയാണ് ചെയ്തത്, തെറ്റും ചെയ്ത്. അപ്പം അവിടെയൊക്കെ അങ്ങനെ കുറേ മാർക്ക് എനിക്ക് പോയിട്ടുണ്ട്. ഇഷ്ടംപോലെ മാർക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2 മാർക്കിൻ്റെ ഒരു 2 മാർക്കിൻ്റെ അല്ല, മറ്റേ 2 മാർക്കിൻ്റെ ഒരു സബ് ക്വസ്റ്റൻ ഉണ്ടല്ലോ ലാസ്റ്റ് 6 മാർക്ക് സെക്ഷനിൽ, സീക്വൻസ് ആൻഡ് സീരീസിലെ. അപ്പോൾ അത് തെറ്റി, മൊത്തം തെറ്റി. കാരണം സീക്വൻസ് ആൻഡ് സീരീസാണ് 2 ചാപ്റ്ററുകളിൽ നോക്കി എന്ന് പറഞ്ഞല്ലോ, അതിൽ ഒരു ചാപ്റ്റർ സീക്വൻസ് ആൻഡ് സീരീസാണ്. പക്ഷെ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്നാ സംഭവം എനിക്കറിയില്ല. നേരെ വർഷം നോക്കാണ്ട് പോയ ചാപ്റ്റർ എനിക്ക് കുറച്ചും എഴുതാൻ പറ്റിയത്. പിന്നെ ഡെറിവേറ്റീവ് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്താണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആ ഫസ്റ്റ് പ്രിൻസിപ്പിളിലെ ഇക്വേഷൻ ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ അതിച്ച് തട്ടിമുട്ടി എന്തൊക്കെയൊക്കെ എഴുതി വെച്ചു, പക്ഷെ വഴി ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി. പിന്നെ എ ക്വസ്റ്റ്യൻ ശരിയാണ്, കുഴപ്പം ഈസി അല്ലേ. പിന്നെ എയിൽ ബി ഉണ്ടല്ലോ, എയിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എയിലെ രണ്ടാമത്തെ, അത് നല്ല ഡൗട്ട് ഉണ്ട്. അത് മീൻസ് കറക്റ്റാണ്, ക്വസ്റ്റ്യൻ റൂൾ വെച്ച് ചെയ്യുന്ന. അപ്പം പക്ഷെ ഞാൻ ലാസ്റ്റാണ് അത് ചെയ്തത്. അപ്പം അത് ടൈമിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം പകുതി എഴുതിയതിൻ്റെ മാർക്കായിരിക്കും കിട്ടുക. അപ്പം അങ്ങനെ ഇനി അതും കിട്ടുമെന്നൊന്നും ഉറപ്പില്ല, കാരണം ചിലപ്പോൾ അത് മൊത്തം പോകാൻ ചാൻസ് ഉണ്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താ ഇതിൽ 4 മാർക്കിൻ്റെ സെക്ഷൻ, 4 മാർക്കിൻ്റെത് 9ാമത്തെ സെറ്റിൻ്റെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, മറ്റേ റിലേഷനും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കോംപ്ലക്സ് നമ്പർ എനിക്ക് പറ്റിയ ഇതെന്താ വെച്ചാൽ, ഞാൻ 11ാമത്തെ എഴുതിയ ക്വാഡ്രൻറ്റ് തെറ്റുമെന്ന് ഡൗട്ടുണ്ട്. ഡൗട്ടല്ല, തെറ്റിയിട്ടുണ്ടത്. പിന്നെ ബി ക്വസ്റ്റ്യനിൽ ആ മോഡൽ സെഡ് കണ്ടിരിക്കണം, അത് ഈസി ആയിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അർഗൻ പ്ലെയിൻ ഡിലീറ്റഡ് ടോപ്പിക് അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഡിലീറ്റഡ് ആണോ അല്ലയോ എന്ന് അറിയില്ല. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അത് ഡിലീറ്റഡ് ടോപ്പിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ +1 പഠിച്ചിട്ടും ഡിലീറ്റഡ് ആണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ അത് പഠിച്ചിട്ടൊന്നുമില്ല. അർഗൻ പ്ലെയിൻ അങ്ങനെ അത് സ്കിപ്പ് ചെയ്തു, അത് എഴുതിയിട്ടില്ല. പിന്നെ പറഞ്ഞല്ലോ ഓൾറെഡി കോണിക്ക് പഠിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണ് എനിക്ക് റിഗ്രറ്റിൻ്റെ പീക്ക് ലെവൽ അനുഭവപ്പെട്ടത്, സീരിയസ്ലി. കാരണം ഒട്ടും പഠിക്കാണ്ട് പോയ ആ ഒരു വിഷമം എനിക്ക് നല്ല രീതിയിൽ അറിഞ്ഞു. കാരണം ഈസി ക്വസ്റ്റ്യൻ ആണ്, അതും ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സംഭവമുണ്ട്. അവസാനം ഒരു ഏകദേശം ഐഡിയ വെച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് അതിൽ 1-2 ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച മൊത്തം തെറ്റാണ്, അങ്ങനെ മൊത്തം തെറ്റിയിട്ടില്ല. പിന്നെ ഏതാ 15ാമത്തതൊക്കെ എന്ത് ക്വസ്റ്റൻ എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഞാൻ അങ്ങനത്തെ ക്വസ്റ്റൻ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. മീൻസ് ഞാൻ +1 പഠിച്ചപ്പോൾ ഞാനൊന്നും പ്രാക്ടീസ് ചെയ്ത് ഓർമ്മ തന്നെ ഇല്ല. +2 ഇപ്പം ഞാൻ ഒന്നും നോക്കാണ്ടാ പോയത്, ഇത് +1 ഇമ്പ്രൂവ്മെൻറ്റ്. പിന്നെ 12ാമത്തത് എഴുതിയിട്ടുണ്ട്, പക്ഷെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പെർമ്യൂട്ടേഷൻ്റെ പഠിക്കാണ്ടാ പോയത്. അപ്പം എനിക്കത്
സ്റ്റെപ്പ് അറിയില്ല. അപ്പം ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ എന്തൊക്കെയോ എഴുതി വെക്കുക ചെയ്തത്. പിന്നെന്താ, ഇക്വി ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ഓക്കെ ആയിരുന്നു. ഏത് 3 മാർക്ക് സെക്ഷൻ. സെറ്റും എളുപ്പമായിരുന്നു. സെറ്റ് എളുപ്പമായിരുന്നു. പക്ഷെ സെറ്റ് എനിക്ക് ഇപ്പം ഡൗട്ട് ഉണ്ട് കേട്ടോ, തെറ്റിയിട്ടുണ്ടോയെന്ന്. കാരണം ഞാൻ ചോദിച്ചപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ട് അങ്ങനെ അല്ല. അപ്പം എനിക്കത് ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ ട്രിഗ്നോമെട്രിൻ്റെ ആ ക്വസ്റ്റ്യൻ cos 20 ഡിഗ്രി cos 100 ആ സിമ്പിളായിരുന്നു കേട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അതെന്താ വെച്ചാൽ cos 20 + cos 100 അത് cos 148 ഈക്വൽ ആവുമല്ലോ. അങ്ങനെ എന്തോ ഒരു ഐഡിയ എനിക്ക് തോന്നി, എന്തോ ഒരു ഐഡിയ വെച്ചാൽ അങ്ങനെ എഴുതുക ചെയ്തത്. അപ്പം അത് അങ്ങ് മൈനസായി പോവില്ലേ, അങ്ങനെ എന്തോ ആണ് എഴുതിയത്. അങ്ങനെ എന്തോ ആണ് എഴുതിയത്. അപ്പം മൂന്നാമത്തത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നാലിലെ പെർമ്യൂട്ടേഷനെ പഠിക്കാണ്ടാ പോയത് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ 1 വേർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ എ ക്വസ്റ്റ്യൻ. ബി എനിക്കറിയില്ല, ഒട്ടും ഓർമ്മയുണ്ടായിരുന്നില്ല. ഒട്ടും ഓർമ്മ മീൻസ് ആ ചാപ്റ്ററെ അറിയില്ല. പിന്നെ ഇത് 1 വേർഡ്, അതായത് MCQ, അത് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ എഴുതിയത് ശരിയായിട്ടുണ്ട് കേട്ടോ. അതായത് ആ വഴി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് എഴുതി. 5ാമത്തെ ഇക്വി ഡിസ്റ്റൻസ് ഈസി ആയിരുന്നു. 7 ലിമിറ്റ് 7 2 ഓക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും റിവ്യൂ അത്ര തന്നെ ഉള്ളൂ. എക്സാം ഓവറോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ വലിയ ഈസി അല്ലെങ്കിലും കുഴപ്പമില്ല, ആവറേജ് എന്ന് പറയാം. ആവറേജ് അല്ലെങ്കിൽ എബവ് ആവറേജ് പേപ്പർ. എന്തായാലും ഈസി അല്ല, നല്ല പീക്കിലല്ല, ടഫും അല്ല. ആവറേജ് അല്ലെങ്കിൽ എബവ് ആവറേജ് പേപ്പറായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് പറയാം. +1 കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും പറയാം. കാരണം നിങ്ങളുടെ എക്സാം ആയിരുന്നല്ലോ ഇത്. ഇമ്പ്രൂവ്മെൻറ്റ് കാര്യം ഉണ്ടെങ്കിൽ ഒരു ഒപ്പീനിയനും പറയാം. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ.